മീൻകാരൻ ചേട്ടൻ മീനേ 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 എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ 3rd ഫ്ലോറിൽ വന്ന് എത്തി നോക്കി. അങ്ങേരതാ മീനും കൊണ്ട് പോവാനുള്ള വഴിയായിരുന്നു. വേഗം ഏട്ടോ നിനക്ക് എന്നും പറഞ്ഞിട്ട് താഴോട്ടൊരു ചട്ടി എടുത്തിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. അങ്ങേരുടെ അടുത്താണെങ്കിലോ അയില, ആന്തള്, ഞണ്ടിൻ്റെ മാത്രം കാലേ ഉണ്ടായിരുന്നുള്ളൂ. കാല് പിന്നെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും അങ്ങേര് സ്നേഹം കൊണ്ട് കുറച്ച് കൊണ്ടുപോക്കോ മക്കളേ എന്ന് പറഞ്ഞു. അയില അങ്ങേര് ക്ലീനാക്കി തന്നു. മാന്തളിന് ഞാൻ കുറേ കഷ്ടപ്പെട്ടു. തോലൊഴിക്കുന്നതിന് വരെ അമ്മ വന്നില്ല. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്തപ്പോൾ അമ്മ വന്നു. പിന്നെ ഞാൻ അമ്മേനെയും വെച്ചിട്ട് അതങ്ങനെ കട്ട് ചെയ്യിപ്പിച്ചു. അമ്മ വന്നിട്ട് പറഞ്ഞു, ശരി നീ എന്തായാലും ഒരു മീൻ കൊടുത്തോ. പിന്നെ ഞാൻ എല്ലാ മസാലയും തേച്ച് പിടിപ്പിച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്. പക്ഷേ എൻ്റെ കയ്യിലാണെങ്കിലോ ആ മാന്തളിൻ്റെ എല്ലാം കുത്തിയിട്ട് ഇങ്ങനെ തേക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പിന്നെ മെല്ലെ 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 എല്ലാം ആടെയും തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ഇതൊക്കെ എന്താ ചെയ്തു, ഒരു ഡപ്പയിലാക്കി വെച്ചു. ഇനി അടുത്തത് ഞാൻ അയിലയിലും 2 കാലും കൈ വെച്ചു. 2 സൂപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ. സൂപ്പ് എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കണം. ഇവിടെ എല്ലാവർക്കും ജലദോഷവും പനിയാണ്. അപ്പോൾ 2 സൂപ്പും അയില ഫ്രൈ കുറച്ചെടുത്തിട്ട് കുടംപുളിയിട്ട് മീൻ വയ്ക്കും. പിന്നെ എല്ലാം ഡപ്പയിലാക്കി അങ്ങനെ കയറ്റി വെച്ച് ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെച്ച്. ഇനി മറ്റന്നാളും നാളെയൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ എടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കണം. എന്നിട്ട് അങ്ങോട്ട് അടിക്കണം. അത്രേ ഉള്ളൂ.